നമസ്കാരം സുഹൃത്തുക്കളെ. നമുക്ക് പലവിധത്തിൽ ഉപകരിക്കപ്പെടുന്നതായ ഒരു കാര്യമാണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിൽ കിട്ടുന്നതായിരിക്കുന്ന വേസ്റ്റ്, അതായത് ആഹാരത്തിൻ്റെയും പച്ചക്കറികളുടെയും ഒക്കെ വേസ്റ്റുകൾ കൊണ്ടുവന്ന് നമുക്ക് ഈ വേപ്പിക്കകത്ത് കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ചീഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ചാറ് ഉണ്ടാകുന്ന ആ നീര് അത് കാണുന്ന ഈ വലതുവശത്ത് കാണുന്ന ടാപ്പിലൂടെ നമുക്ക് എടുക്കുകയും അത് നമുക്ക് വെള്ളം ഒഴിച്ച് അത് നേർപ്പിച്ച് മറ്റ് ചെടികളിലൊക്കെ അല്ലെങ്കിൽ നമുക്ക് കൃഷിയിടങ്ങളിലൊക്കെ തളിക്കുവാനും വളമായിട്ട് ഉപയോഗിക്കാനും അത് ഉപകരിക്കുന്നു. അതുപോലെ തന്നെ അതിൽ ഉണ്ടാകുന്ന പുഴുക്കൾ ഈ ഇടതുവശത്ത് കാണുന്ന ആ ചെറിയ കുറ്റിയിലേക്ക് വന്ന് വീഴുന്നു. അത് പുഴുക്കൾ വലിപ്പം വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇരുട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഇഴഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇതിൻ്റെ അകത്ത് വന്ന് വീഴും. അപ്പോൾ അത് കോരി നമുക്ക് കോഴിക്ക് കൊടുക്കാൻ പറ്റും. ഇത് വേസ്റ്റൊക്കെ ഇടുന്നതായിരിക്കുന്നത് ഇത് ഈ ഭാഗത്താണ് ഇടുന്നത്. അപ്പോൾ അത് കണ്ട അവിടെ ഒരു പച്ച ഓസ് വെച്ചിരിക്കുന്നുണ്ടല്ലേ, അപ്പോൾ അതിൻ്റെ അകത്ത് അത് കീറി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പുഴുക്കൾ താഴെ ഉണ്ടാകുന്നത് ഈ ഓസിലൂടെ കടന്ന് ഇവിടെയുള്ള ഈ പാത്രത്തിൽ വന്ന് വീഴും. അവിടെ നിന്ന് നമുക്ക് കോരിയെടുത്ത് പുഴുക്കളെ കോരിയെടുത്ത് നമുക്ക് കോഴിക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീട്ടിലുണ്ടാകുന്ന ഈ വേസ്റ്റുകൾ കൊണ്ട്, അല്ലെ ആഹാരമോ പച്ചക്കറിയുടെയൊക്കെ വേസ്റ്റുകൾ കൊണ്ട് നമുക്ക് ഒന്ന് പുഴുക്കളെ വളർത്തി നമുക്ക് കോഴികൾക്ക് കൊടുക്കാൻ സാധിക്കുന്നു. രണ്ടാമത് അതിൻ്റെ നീര് എടുത്ത് നമുക്ക് വളമായിട്ട് മറ്റ് ചെടികൾക്കൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിടങ്ങളിൽ നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു. പിന്നെ അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഈ കുറ്റി വെക്കുന്നത് മിക്കവാറും ഈ ഉറുമ്പ് കയറാൻ സാധ്യതയുണ്ട്. ഈ പുഴുക്കളും ഒക്കെ വരുമ്പോൾ ഉറുമ്പ് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വെള്ളം ഒഴിച്ചതായ ഒരു പാത്രത്തിൽ വെക്കണം. ഇപ്പോൾ ഈ കുറ്റി വയ്ക്കാൻ വേണ്ടി ഒരു വലിയ പാത്രം അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞാനൊരു മുറം മേടിച്ചിട്ട് അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. ഉറുമ്പ് കയറാത്ത വിധത്തിൽ വെച്ചിരിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൽ നിന്ന് കുറച്ച് പുഴുക്കളെ ഉണ്ടാക്കി എനിക്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ കാണുന്ന ആ ഒരു പൈപ്പ് കണ്ടില്ലേ, ആ പൈപ്പ് ഇത് വേസ്റ്റ് ഇടുന്ന സ്ഥലം നമ്മളൊരു അടച്ച് ചാക്കൊക്കെ അടച്ച് മൂടി കെട്ടി അടച്ച് നമ്മൾ വയ്ക്കും. അപ്പോൾ പിന്നെ ഈച്ചകൾക്ക് കയറാൻ വേണ്ടിയാണ് ഇവിടെ തുളയിട്ടിരിക്കുന്നത്. ആ പൈപ്പിലൂടെ ഈച്ച അതിൻ്റെ അകത്ത് ഇറങ്ങുകയും മുട്ടയിടുകയും പുഴുക്കളുണ്ടാകുകയും ചെയ്യും. പുറത്തുനിന്നുള്ള വെള്ളമോ മറ്റൊന്നും ഇതിൻ്റെ അകത്തേക്ക് ചാടാതെ നമുക്ക് ഒരു ചാക്കോ, ഞാനിതിൻ്റെ അകത്ത് ഒരു ചാക്കിട്ട് മുകളിലൊരു പലകയൊക്കെ ഇട്ട് ഞാനിങ്ങനെ ചെയ്യുകയാണ് ചെയ്തത്. ഏതായാലും നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ പല വിധത്തിൽ ഉപകാരം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്താൽ അത് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും പ്രയോജനമാകും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഒരു ശ്രമം നടത്തിയതാണ്. എനിക്ക് വളരെ ഉപകാരമായിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ കുറച്ച് പുഴുവൊക്കെ കിട്ടാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ഉണ്ടാകുന്ന ആഹാരത്തിൻ്റെ വേസ്റ്റുകൾ എല്ലാം ഇവിടെ കൊണ്ടുപോയി ഇടാൻ സാധിച്ചു. താങ്ക് യു.